നമസ്കാരം. ഒരു ദൃശ്യം കാണുകയായിരുന്നു. കണ്ട മാത്രയിൽ തൊലി പൊളിഞ്ഞു പോയി എന്ന് പറയേണ്ടി വരികയാണ്. ആ ദൃശ്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. കാണുമ്പോൾ തന്നെ ചോദിക്കുകയാണ്, എന്ത് പ്രഹസനമാടോ ചാണ്ടിയുടെ മോനെ ഇത് എന്ന് പറയേണ്ടി വരികയാണ്. കണ്ടില്ലേ, അപ്പനോടുള്ള സ്നേഹം. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിനോടനുബന്ധിച്ച് ഫ്ലെക്സ് വെക്കാൻ ക്യാമറ വച്ചിട്ട് അതിന്റെ മുമ്പ് കിടന്ന് ഓടുന്നു, ചാടുന്നു, ഫ്ലെക്സ് പൊക്കിക്കൊണ്ട് നടന്ന് ഷോ കാണിക്കുന്നു. കണ്ടില്ലേ? എന്നിട്ട് കൃത്യം മനോരമയ്ക്ക് തന്നെ ആ ദൃശ്യം കിട്ടുകയും ചെയ്യുന്നു. എങ്ങനെയുണ്ട്? ഒരിക്കലും നിങ്ങൾ പറയരുത് ഇതൊക്കെ ഒരു നാടകമാണെന്ന്. ഒരു ഉദാഹരണം മാത്രം നിങ്ങളോട് ചോദിക്കാം. നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇതുപോലെ സ്വന്തം അപ്പന്റെ ഓർമ്മ ദിനത്തിന്റെ അന്ന് ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ച് അതിന്റെ മുന്നിലൂടെ ഫ്ലെക്സും തോക്കിക്കൊണ്ട് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, തലയുടെ മുകളിൽ പൊക്കിക്കൊണ്ട് വെച്ച് ഓടുന്നു, എന്തായിരിക്കും നിങ്ങൾക്ക് ആ കാഴ്ച നേരിട്ട് കാണുമ്പോൾ തോന്നുന്നത്? അപ്പനോടുള്ള സ്നേഹവും തോന്നും? അല്ലല്ലോ, കിളി പറന്ന സ്വഭാവം കാണിക്കുന്നു എന്നല്ലേ തോന്നുള്ളൂ. അതുപോലെ സ്വന്തം അപ്പന്റെ ലെഗസി വെച്ചിട്ട് രാഷ്ട്രീയ ഭാവി ഉണ്ടാക്കാൻ വേണ്ടി ഒരു മകൻ നടത്തുന്ന എത്ര പ്രഹസനമായിട്ടുള്ള കാഴ്ചയാണിതെന്ന് നോക്കിയേ. ഇത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം അപ്പനെ കുറിച്ച് അപ്പന്റെ നിഴലായിട്ട് നടന്ന അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള PT ചാക്കോ എഴുതിയ ആത്മകഥയിൽ പറഞ്ഞ വാചകം കൂടി നിങ്ങൾ ഓർമ്മിക്കണം. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഉചിതമായ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ കുറച്ചുനാൾ കൂടി ജീവിച്ചിരുന്നേനെ എന്ന് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന PT ചാക്കോ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള വിസ്മയ തീർത്ത് എന്ന പുതിയ പുസ്തകത്തിലാണ് ഈ പരാമർശമുള്ളത്. മെഡിക്കൽ വിദഗ്ധർ അങ്ങനെ വിലയിരുത്തി എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. കേട്ടല്ലോ, ഈ ഫ്ലെക്സ് ഇങ്ങനെ പൊക്കിക്കൊണ്ട് ഓടിയ സമയത്ത് ആ അപ്പനെ പൊക്കി ഇങ്ങനെ ഏതെങ്കിലും ആശുപത്രി കൊണ്ട് ഓടി അദ്ദേഹത്തിന് വേണ്ടത്ര ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നേനെ. ഇത് ഞങ്ങളാരും പറയുന്നതല്ല. ഇത് അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിന്റെ നിഴലായിട്ട് നടന്ന PT ചാക്കോ എന്ന വ്യക്തിയെക്കുറിച്ച് ഏത് മാധ്യമ പ്രവർത്തകരെടുത്തോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയായി ബന്ധപ്പെട്ട ആരെടുത്ത് ചോദിച്ചാലും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫ്ലെക്സും പൊക്കിക്കൊണ്ട് ഓടുന്ന മോൻ ഇന്നിപ്പോ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ഈ ഓടുന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കുമെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും. സ്വന്തം രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി നടത്തുന്ന കോപ്രായങ്ങളാണ് ഇതൊക്കെയാണോ അപ്പനോടുള്ള ആദരവ്, അപ്പന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ? അതായത് സ്വന്തം നിലയ്ക്ക് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പേരുദോഷം ഉണ്ടാക്കാനല്ലാതെ മറ്റൊരു കാര്യവും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് KSU എന്ന് പറഞ്ഞ് പുറത്തിറങ്ങത്ത് പോലുമില്ല. പിന്നീട് ഈ 50 വർഷം അപ്പൻ മാത്രം ജയിച്ച ഒരു മണ്ഡലം, ആ മണ്ഡലത്തിൽ ഇനി പിന്നീട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് രാഷ്ട്രീയം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സംഘടന തന്നെ വരിയുടയ്ക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യണം? നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കുടുംബത്തിന് അടുത്ത പൈതൃകമായിട്ട് ഇത് കൈമാറണം. അങ്ങനെ കിട്ടിയ ഒരു അവസരമാണ്. അതിന്റെ പേരിൽ നടത്തുന്ന ഈ കോപ്രായങ്ങൾ കണ്ടിട്ട് അപ്പനോടുള്ള സ്നേഹമാണെങ്കിൽ കൂടെ നടന്നവർ പറയാണ് അദ്ദേഹത്തിന് മതിയായ ചികിത്സ കിട്ടാത്തത് കൊണ്ടാണ് മരണപ്പെട്ടതെങ്കിൽ അദ്ദേഹത്തിന്റെ അന്ത്യ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ കൊടിയ ദുരിതങ്ങൾ അല്ലെങ്കിൽ പീഡനങ്ങൾ അനുഭവിച്ച് മരണപ്പെട്ടു പോയൊരു മനുഷ്യനാണ്. ആ ജീവിച്ചിരുന്ന സമയത്ത് കൊടുക്കാത്ത പ്രിവിലേജുകൾ മരണപ്പെട്ടതിന് ശേഷം കിട്ടിയ ചില മൈലേജുകൾ ഉപയോഗപ്പെടുത്തി ആ ഫോട്ടോ വെച്ച് അതിനെ വിറ്റ് കാശാക്കി അതിനെ വിറ്റ് എന്റെ രാഷ്ട്രീയ ഭാവി ശോഭനമാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നോക്കിയേ. ഇതോടൊപ്പം തന്നെ മറ്റൊരു നെറുകെട്ട പ്രവർത്തനങ്ങൾ കൂടി ഈ മകൻ ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ മരണപ്പെട്ടിട്ട് 2 വർഷമായി എന്നുള്ളതിനെ സംബന്ധിച്ച് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ ഇടാറുണ്ടോ? ഇല്ലല്ലോ. ആ ഫേസ്ബുക്ക് അക്കൗണ്ട് മരണപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഡീആക്റ്റീവായി പോകാനാണ് സർവ്വസാധാരണമായി നടക്കുന്ന കാര്യം. എന്നാൽ ഈ മകൻ നോക്കിയേ, സ്വന്തം അക്കൗണ്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നതേയില്ല. അദ്ദേഹം വ്യാജനാവുകയാണ്. അപ്പന്റെ പേരിൽ വ്യാജനായിക്കൊണ്ട് അദ്ദേഹം ഇപ്പോ ആ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് തന്റെ PR വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഈ അനുസ്മരണമായി എന്നതിനെ സംബന്ധിച്ചൊരു പോസ്റ്റ് അതിനകത്ത് പ്രത്യക്ഷപ്പെടുന്ന കാണാനിടയായി. അപ്പൻ മരിച്ചു എന്നുള്ള കാര്യവും അതിന്റെ ഓർമ്മ ദിനമാണെന്നുള്ള കാര്യവും അതേ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പുറത്തേക്ക് പറയിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി പറയിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുകയാണ്. എന്തെല്ലാം ഉടായ്പകൾ ഈ നാട്ടിൽ നമ്മൾ കാണണം. സ്വന്തം നിലയ്ക്ക് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തു. എന്നാൽ അതിന് ശേഷിയില്ലാത്തത് കൊണ്ട് അപ്പന്റെ ലെഗസികൾ വെച്ചിട്ട് ഈ നാടകങ്ങൾ കളിക്കുക, ഇമാതിരിയുള്ള കോപ്രായങ്ങൾ കളിക്കുക, ഇതൊക്കെയാണോ ഒരു യഥാർത്ഥ രാഷ്ട്രീയ നേതാവിന് വേണ്ട ക്വാളിറ്റി? അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? അടിമുടി കാപട്യമാണ്. ആ കാപട്യത്തിലൂടെ സ്വന്തം രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇയാളൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിന് ചേർന്ന വ്യക്തിത്വമല്ല എന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്. കഴിഞ്ഞ ദിവസം ഇതേ ഇടപെട്ട മറ്റൊരു സംഭവമുണ്ട്. പലരും അദ്ദേഹത്തിന് വലിയ ഇമേജ് ആയിട്ട് നമ്മുടെ നിമിഷപ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ, ആ വിഷയത്തിൽ കാസയും മറ്റ് ചില ക്രിസ്ത്യൻ വിഭാഗക്കാരെല്ലാം എതിരായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ
വായ് തുറക്കാതെ നിലപാട് പറയാതെ ഒളിച്ചോടുന്ന ഈ വ്യക്തി ഉണ്ടല്ലോ, ക്യാമറകൾക്ക് മുന്നിലൂടെ വീണ്ടും മനോരമയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോട്ടയത്ത് നിന്ന് അവരുടെ ഭാവി വാഗ്ദാനമായിട്ടുള്ള ഓർത്തഡോക്സ് ജനപ്രതിനിധിയായിട്ട് വളർന്നു വരാനുള്ള ശ്രമമാണ്. അതിനുവേണ്ടി മനോരമ വഴിവെട്ടുന്നു, അതിനനുസരിച്ച് ഓടുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. തൽക്കാലം എന്തായാലും ഇതിനെയൊന്നും വകവെച്ചു കൊടുക്കാൻ പോകുന്നില്ല. ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് മയങ്ങിപ്പോകുന്നവരായിരിക്കും കേരളത്തിലെ ജനമെന്ന് വിശ്വസിക്കാനും കരുതുന്നില്ല. ഇമാതിരിയുള്ള നാട്യങ്ങളും നാടകങ്ങളുമാണോ ചെറുപ്പങ്ങളിൽ നിന്നുണ്ടാകേണ്ടത്? ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാധ്യമങ്ങളും ക്യാമറകളിലൂടെയുമാണ് പുറത്തു വരുന്നത്. സംഘടിതമായിട്ട് ചില PR വർക്കിന്റെ ഭാഗമായിട്ട് എന്തോ വലിയ സംഭവങ്ങൾ ചെയ്യുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിൽ പല കഥകൾ അങ്ങ് ഉണ്ടാക്കി വിടുകയാണ്. ആ കഥകളെല്ലാം ഒരു വ്യക്തിയെ ഇല്ലാ കഥകളെല്ലാം കൂടി ചേർത്ത് ഒരു കൃത്രിമ നിർമ്മിതിക്ക് വേണ്ടിയുള്ള ശ്രമമാണെന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് ഈ ഒരൊറ്റ ദൃശ്യത്തിൽ തെളിയുന്നുണ്ട് അടിമുടി കാപട്യമാണ്. ഒരു PR വർക്കിന് വേണ്ടി സ്വന്തം അപ്പന്റെ ഫ്ലെക്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉയർത്തിക്കൊണ്ട് ഓടാനും ചാടാനും നടക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ പറയുകയാണ് സ്വന്തം അപ്പൻ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെടാൻ കാരണം മതിയായ ചികിത്സ കൊടുക്കാത്തതാണെന്ന് അദ്ദേഹത്തിന്റെ ഉറ്റ അനുയായി പറയുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഈ കാപട്യങ്ങളെ തിരിച്ചറിയാൻ മറ്റ് ഒരു ഉദാഹരണവും വേണ്ടെന്ന് തന്നെ.